നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കൽ സദ്യ കഴിച്ചിട്ടുണ്ടാവും. സദ്യ കഴിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ ഊണായിട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. സാധാ ചോറും സാമ്പാറും പപ്പടവും അവിയലും പുളിശ്ശേരിയും ഇരിശ്ശേരിയും പായസവും അച്ചാറും എല്ലാ സാധനവും കൂടി വിഭവസമൃദ്ധമായി സദ്യ കഴിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ ഞാൻ പറയും. പക്ഷെ എന്തായാലും ഊണെന്ന രീതിയിൽ നമ്മൾ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ. എങ്ങനത്തെ ഫുഡ്, ഏത് തരത്തിലുള്ള ഫുഡ് ആയാലും ചിലപ്പം ചില ആൾക്കാർ ഇപ്പം പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, വല്ല അൽഫാമോ അല്ലെങ്കിൽ കുഴിമന്തിയോ, അല്ലെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താണ് നൂഡിൽസും അതുപോലെ അങ്ങനെ പല വെറൈറ്റിയുള്ള പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ ഫുഡ് ഉണ്ട്, ഇത് നമ്മളെ കൊണ്ട് കഴിച്ചു തീരാൻ പറ്റുമോ എന്നാണ്. പക്ഷെ നമ്മളിപ്പം എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മാറ്ററിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മാറ്ററിന് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, മലയാളത്തിൽ ദ്രവ്യം എന്ന് പറയും. അപ്പൊ മാറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ, അഥവാ ദ്രവ്യത്തിനെ പറ്റിയിട്ട്. അപ്പൊ ദ്രവ്യം അഥവാ മാറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയൊക്കെ മാറ്റർ കാണുന്നു, ഇനിയിപ്പം പലതരത്തിലുള്ള മാറ്റർ കണ്ട ഇതിനൊക്കെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും, അതുപോലെ പല 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 ചോദ്യങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് പേരെങ്കിലും പലതരത്തിലുള്ള മാറ്റർ എന്തെങ്ങനെ പഠിക്കും, എങ്ങനെ മാറ്റർ ഒരു മാറ്ററിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും, അതുപോലെ തന്നെ പല സ്റ്റേറ്റിലുള്ള ഡിഫറെന്റ് മാറ്റേഴ്സ് നമുക്ക് ഒന്നിച്ച് കിട്ടി, മിക്സ് ആയി കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ സദ്യയൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള സാമ്പാറും കിട്ടുന്നു, അതുപോലെ സോളിഡ് ആയിട്ടുള്ള റൈസും കിട്ടുന്നു, അതുപോലെ തന്നെയാണ് സോളിഡ് ആയിട്ടുള്ള ബാക്കി സാധനവും, ലിക്വിഡ് ആയിട്ടുള്ള പച്ചടി കിച്ചടിയും അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള പായസം ഇതൊക്കെ കിട്ടുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, മിക്സ് ആക്കിയിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ മിക്സ് ആക്കുമല്ല, മിക്സ് ആക്കിയ സാധനത്തെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കൂടി നമ്മൾ പഠിക്കും. അപ്പൊ നമുക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇത് സബ്സ്റ്റൻസ് എടുത്താലും അതിൽ സോളിഡ് ഏതാണ്, ലിക്വിഡ് ഏതാണ്, അല്ലെങ്കിൽ ഗ്യാസ് ഏതാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ട്, ആ ബോട്ടിൽ സോളിഡ് ആണ്, പക്ഷെ അതിലുള്ള വാട്ടർ എന്താണ്, അതൊരു ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. ഒരു ടേബിൾ കണ്ടാൽ ടേബിൾ സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ചുറ്റും അറ്റ്മോസ്ഫിയറിൽ മുഴുവനായിട്ട് ഒരുപാട് ഗ്യാസുകളുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന, അതിൽ ബ്രീത്ത് ചെയ്യുന്ന എന്താണ്, ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എന്താണ്, ഒരു ഗ്യാസ് ആണ്. അതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ചെയ്യും, പല മാറ്റേഴ്സിന് പല 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 സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ സലീം കുമാറും മമ്മൂട്ടിയും സുരാജൊക്കെ അഭിനയിച്ചിട്ടുള്ള മായാവി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സീൻ എന്തായാലും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. എന്താണ്, ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സലീം കുമാർ രക്ഷപ്പെടാൻ വേണ്ടി നേരെ പുഴയിലേക്ക് എടുത്ത്, പുഴയിലോ കായലിലോ ഒക്കെ എടുത്ത് ചാടുക. അപ്പൊ ആരോ ചോദിക്കുമോ, മാൻ എങ്ങോട്ടേക്കാ പോകുന്നത് ചോദിച്ചപ്പോൾ, അവൻ ഇക്കരയല്ല, അവൻ അക്കരെ എത്തിയിട്ടില്ലാരോ, അവൻ എന്നെ പിടിക്കാൻ പറ്റില്ലാരോ എന്നുള്ള രീതി പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ നീന്തി പോകുന്നത്. അപ്പൊ നീന്തി പോകുന്ന സലീം കുമാർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. സലീം കുമാർ എവിടെയാണ് നീന്തുന്നത്? സലീം കുമാർ നീന്തുന്നത് ഒരു കായലിലാണ് അല്ലെ. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കയ്യിൽ വെച്ചിട്ടുണ്ട്, ഒരു പാത്രമോ ഒരു കലമോ അത് കയ്യിൽ വെച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ പുള്ളിക്കാരൻ എന്തായാലും വെള്ളത്തിലൂടെ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കണമല്ലോ. അപ്പൊ ശ്വസനം നമ്മൾ നീന്തലിന്റെ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമ്മൾ ശ്വസിക്കുന്നത്, ബ്രീത്തിങ് ഈസ് പ്രോപ്പർ, എന്നാൽ മാത്രമേ നന്നായിട്ട് നീന്താൻ പറ്റൂ അല്ലെ. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ് ഓൾസോ ശ്വസിക്കുന്നുണ്ട് നമുക്ക് പറയാം അല്ലെ. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുമുണ്ട്. അപ്പൊ 3 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ട്. ഇപ്പൊ മാത്രം ഈ സലീം കുമാറിന്റെ സിറ്റുവേഷൻ മാത്രം, നമ്മൾ ഏത് സിറ്റുവേഷൻ എടുത്താലും നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരും. എന്താണ്, 3 സ്റ്റേറ്റുമായിട്ട് നമ്മൾ ഒരേ സമയം ഇന്ററാക്ട്. അപ്പൊ ഇവിടെ 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ വാട്ടർ, അതെന്താണ്, അതൊരു ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം അല്ലെ. ഇനി പുള്ളിക്കാരൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഓക്സിജൻ ആണ് പുള്ളിക്കാരൻ ബ്രീത്ത് ചെയ്യുന്നുണ്ടാവും, അപ്പം ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ. പിന്നെ പുള്ളിക്കാരൻ മുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു പാത്രം പുള്ളിക്കാരൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് സ്റ്റേറ്റ് ആണ്, അതൊരു സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം പറയാം, നിങ്ങൾ ഇതുവരെ ബന്ധമുള്ളതല്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു ഗ്യാസുകൾ നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്ന ഗ്യാസ് ഏതാ? ആദ്യം നമ്മളെ മൈൻഡിൽ വരുന്ന കാര്യം എന്താണ്, അത് ഓക്സിജൻ ആണെന്നാണ്. പക്ഷേ ഓക്സിജൻ അല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. അതിനുശേഷം മാത്രമേ ഓക്സിജൻ വരുന്നുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താണ്, നൈട്രജൻ കൂടി നമ്മൾ ഉള്ളിലേക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ നൈട്രജൻ നമ്മുടെ ബോഡിയിൽ എന്താണ്, ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുക, നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് കളയും. നമ്മൾ നിശ്വസിക്കുമ്പോൾ എന്താണ്, അത് പുറത്തേക്ക് പോകുന്നുണ്ട്, ഉപയോഗപ്പെടാതെ പോകും. പക്ഷെ ഓക്സിജൻ ഉപയോഗപ്പെടുത്തി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, അത് ഓക്സിജൻ അല്ല, നൈട്രജൻ ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കിട്ടി. അപ്പൊ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും പാടില്ല. ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഏതൊക്കെയാണ് സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ 3 സ്റ്റേറ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചതെന്ന് കണ്ടു. എന്തൊക്കെയാണ്? സോളിഡ്, പിന്നെ ലിക്വിഡ്,
അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് കൂടി പഠിച്ചു. അപ്പോൾ ഈ 3 സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ് ഞാൻ എക്സാമ്പിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബീക്കർ എടുത്തു. ഓക്കെ, ഒരു ബീക്കർ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കെമിസ്ട്രി ലാബിലൊക്കെ നിങ്ങൾ എപ്പോഴും കയറിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു എക്യുപ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധാരണ ഗ്ലാസിന്റെ ഒക്കെ ഷേപ്പാണ്. പക്ഷേ ഇതിൽ എന്ത് ചെയ്യും? അടയാളപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവും. എന്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും? എത്ര മില്ലി ലിറ്റർ ആണ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ഞാൻ എന്താ എടുത്തത്? ഞാൻ കുറച്ചു വെള്ളം എടുത്തു. ഈ വെള്ളം എടുത്തിട്ടുള്ള സാധനത്തിനകത്ത് ഞാനൊരു വലിയ കഷ്ണം, ഒരു വലിയ എന്താണ്, ഒരു വലിയൊരു മരക്കഷ്ണം, ഒരു എന്താണ് റെക്ടാങ്കുലർ ഷേപ്പ്, അതായത് ക്യൂബിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു മരക്കഷ്ണം ഞാൻ ഇതിലേക്ക് അങ്ങ് ഇടുവാണ്. മരക്കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണ്? വെള്ളത്തിന്റെ ലെവൽ ഡെഫിനറ്റ്ലി കുറയല്ലോ. നിങ്ങൾ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ നിങ്ങൾ ചുമ്മാ കൈ മുക്കിയാൽ തന്നെ എന്ത് സംഭവിക്കും? വെള്ളം ഓവർഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലെ ഗ്ലാസ്സിൽ. അപ്പൊ അതുപോലെ തന്നെ ഒരു നല്ലൊരു സൈസുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ വെള്ളത്തിലിട്ട് എന്ത് സംഭവിക്കും? വാട്ടർ വിൽ ഓവർഫ്ലോ അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? സോളിഡിന് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ സ്പേസ് വേണമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ്, നമ്മളിപ്പോ ഒരു വുഡൻ ബ്ലോക്കാണ് ഇട്ടത്. അപ്പൊ ആ ബ്ലോക്കിന് ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ സ്പേസും മാസും വേണം. ഇനി നമുക്ക് അടുത്ത ലിക്വിഡ് എടുത്താലോ? ഇതുപോലെ തന്നെ ഞാനൊരു ബീക്കർ എടുക്കുവാണ്. വേറൊരു ബീക്കർ ഞാൻ എടുത്തു. ബീക്കറോ നിങ്ങൾ ഗ്ലാസോ നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഞാൻ ഗ്ലാസ് എടുക്കാം. ബീക്കർ വേണ്ട, ഗ്ലാസ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നില്ലേ. ഈ ഗ്ലാസ്സിലും ഞാൻ എന്ത് ചെയ്തു? കുറച്ചു വെള്ളം എടുത്തു. ഓക്കെ, ഇതിലും ഞാൻ വെള്ളം എടുത്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഓക്കെ, വേറൊരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു ഇതിലോട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെയും വെള്ളത്തിന്റെ ലെവൽ കുറയും. വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ലിക്വിഡും എന്താണ്, ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം. അപ്പൊ നമ്മൾ എക്സ്ട്രാ ലിക്വിഡ് ആഡ് ചെയ്തു. അപ്പൊ ആ ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ മാസ് ഉണ്ടാവുമല്ലോ, മാസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ലിക്വിഡിനും സ്പേസും വേണം, അതുപോലെ ഒരു പർട്ടിക്കുലർ മാസും ഉണ്ട്. ഇനി കൺഫ്യൂഷൻ വരാൻ സാധ്യത ഗ്യാസ് ആണ്. ഗ്യാസിന്റെ കാര്യത്തിൽ ഗ്യാസിന് സ്പേസ് വേണ്ടി വരുമോ? വരും. നിങ്ങൾ എന്താണ്, നമ്മളെല്ലാവരും കുളിമുറിയിലൊക്കെ കയറിയിട്ടുണ്ടാവും അല്ലെ? ചുമ്മാ കുളിമുറി കയറിയിട്ടില്ലെങ്കിലും ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക. ഓക്കെ, ഒരു ബക്കറ്റിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ വീട്ടിലെ കപ്പ് ഉണ്ടാവുമല്ലോ, മഗ്, നമ്മുടെ സാധാരണ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കപ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കപ്പ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ നേരെ വെള്ളത്തിലോട്ട് മുക്കുക. അതായത് ചെരിക്കുകയും വളക്കുകയും ചെയ്താൽ അങ്ങനെ തന്നെ മുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും. എന്താണ്? ഈ നിങ്ങൾ മുക്കിപ്പോയല്ലോ കപ്പിന്റെ ഉൾവശം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? അവിടെ ഗ്യാസാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ വേക്കന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അതിനുള്ളിൽ. അതായത് വെള്ളം അതിനുള്ളിലോട്ട് കയറിയില്ല. കാരണം എന്താ? നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് കപ്പ് പ്രസ് ചെയ്തപ്പം കപ്പിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് വെള്ളത്തിന് അടിയിലേക്ക് പോയപ്പോൾ ഗ്യാസിന് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ട് അവർ ലിക്വിഡിനെ കയറാൻ പറ്റുമോ? കയറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ഗ്യാസിന് പുറത്തോട്ടേക്ക് വഴി കൊടുക്കണം. ഈ ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കപ്പ് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ സംഭവിക്കും? ഗ്യാസ് പുറത്തോട്ട് പോകും. അപ്പൊ ആ ഒരു സ്പേസിലേക്ക് ആർക്ക് കയറാൻ പറ്റും? ലിക്വിഡിൽ കയറാൻ പറ്റും. അപ്പൊ അതുവരെ എന്താണ്? ഗ്യാസിന് സ്പേസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഗ്യാസിന് സ്പേസ് ഉണ്ട്. അപ്പൊ സ്പേസ് ഉള്ള ഒരു സാധനം മാത്രമായിരിക്കും ഇത്? അല്ല. നിങ്ങൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം, ഒരു പെർട്ടിക്കുലർ വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലേ? നമുക്ക് പെട്ടെന്ന് അങ്ങനെ തന്നെ അമർത്താൻ പറ്റില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷ നോക്കേണ്ട ഒരു കാര്യം ഇത് കേട്ടോ. കപ്പ് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ വെയിറ്റ് നിങ്ങൾക്ക് തോന്നും അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനർത്ഥം എന്താണ്? ഗ്യാസിനും ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ട് ആണല്ലോ. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഫിസിക്കൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 3 എണ്ണമാണ് നമ്മൾ പഠിച്ചത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പക്ഷെ ഇത് മാത്രമാണോ സ്റ്റേറ്റ്സ് ഉള്ളത്? ഒരിക്കലും അല്ല. സയന്റിസ്റ്റുകൾ അതിനുശേഷവും പല പല സ്റ്റേറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നതിന് പുറമെ പ്ലാസ്മ, അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, അതുപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഇതിന് ശേഷവും എന്താണ് വേറെ പല സ്റ്റേറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ്? എക്സ്പെരിമെന്റിലാണ്. ഇതും ഈ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും എന്താണ്? ലാബിലൊക്കെയാണ് സിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ റിയൽ ലൈഫ് ചുറ്റിൽ കാണുമോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കൂടുതലും അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ സ്പേസിലൊക്കെ ഇല്ലേ, നമ്മൾ ഭൂമിക്ക് ഔട്ടർ സ്പേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റേറ്റിലൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് നമ്മൾ ഡിസ്കഷനിലേക്ക് പോകണ്ട. നമുക്ക് ആദ്യം വരാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മളിപ്പോൾ പറഞ്ഞു. പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റ് നിങ്ങൾ പഠിക്കാനില്ല, പക്ഷെ ജസ്റ്റ് ഓർമ്മിച്ചുക. പ്ലാസ്മ എവിടെ കാണുന്നു വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളുടെ ടൗണിലോട്ടൊക്കെ നൈറ്റിലൊക്കെ പോവുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഈ ഹോട്ടൽസ്
അല്ലെങ്കിൽ വല്ല ക്ലബ്സ്, അല്ലെങ്കിൽ എന്താ പറയുക വല്ല സിനിമ പോസ്റ്റർ, അല്ലെങ്കിൽ സിനിമ തിയേറ്റേഴ്സ്, അല്ലെ പല കടകൾ, ഒട്ടുമിക്ക കടകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണ്, നിയോൺ ലൈറ്റ് വെച്ചിട്ടുള്ള ബിൽ ബോർഡുകളാണ് അല്ലെ. നിയോൺ ലൈറ്റ് വെച്ചിട്ടുള്ള ബിൽ ബോർഡുകളാണ്. ഈ നിയോൺ ലൈറ്റിന്റെ ബിൽ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നന്നായിട്ട് തിളങ്ങുന്നുണ്ടാവും അല്ലെ. ഇങ്ങനെ വെളിച്ചം കൊണ്ട്, പല തരത്തിലുള്ള വെളിച്ചം കൊണ്ട് ഇതിങ്ങനെ തിളങ്ങുന്നുണ്ടാവും. അപ്പൊ ഇതിന് കാരണം എന്ന് വെച്ചാൽ എന്താണ്, അതിലുള്ള നിയോൺ ലൈറ്റിലുള്ള നിയോൺ ഗ്യാസിന്റെ പ്ലാസ്മ സ്റ്റേറ്റിലാണ്. നിയോൺ ഗ്യാസ് അല്ല, പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അയോണൈസ്ഡ് ഗ്യാസ് സ്റ്റേറ്റ് എന്നും കൂടി പറയും. അയോണൈസ്ഡ് ഗ്യാസ് എന്ന് പറയും. അതായത് നമ്മളിപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം പഠിക്കും, അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതപ്പം ഞാൻ എപ്പോൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇപ്പം നിങ്ങൾ ഓർമ്മിച്ച അയോണൈസ്ഡ് ഗ്യാസ് പാർട്ടിക്കിൾസ്, അതായത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു മൊത്തത്തിലൊരു ഒരു വലിയൊരു പാത്രം അതിങ്ങനെ മൂടി വെച്ച് നമ്മൾ ഗ്യാസ് എടുത്തു, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ നിങ്ങൾ ആലോചിക്കുക, ആശുപത്രിയിൽ കണ്ടില്ലേ. അപ്പൊ അതിലെന്തായിരിക്കും, അതിൽ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ അല്ലെ. ഒരുപാട് ഓക്സിജൻ മോളിക്യൂൾസ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിനൊരു സ്പേസും മാസൊക്കെ ഉള്ളത് അല്ലെ. അപ്പോൾ പ്ലാസ്മയിൽ ഉണ്ടാവുന്ന വെച്ചാൽ ഇതുപോലത്തെ ഗ്യാസ് മോളിക്യൂൾസിന് പകരം അയോണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ചിലപ്പോൾ ഗ്യാസ് ആറ്റംസ് ഒക്കെ ആയിട്ടാണ് അവിടെ നിൽക്കുക. അവിടെ ഈ മോളിക്യൂൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇല്ല. ചാർജ് ഉണ്ടാവും, പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉണ്ടാവും. കൂടുതലും പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവ് ചാർജ് വെച്ചിട്ട് ഈ അയോണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ടാണ് പ്ലാസ്മ സ്റ്റേറ്റിൽ ജനറലി നമുക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അത് നിങ്ങൾ പഠിക്കാനുള്ളതല്ല, ഓർമ്മിച്ചായി. നിയോൺ ലൈറ്റ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, നമ്മുടെ എന്താ പറയുക, മിന്നൽ നിങ്ങൾ കണ്ടില്ലേ, ലൈറ്റ്നിങ് എന്ന് പറയുന്നില്ലേ. ലൈറ്റ്നിങ്ങിന്റെ ആക്ച്വലി ആ ലൈറ്റ്നിങ് ഫിനോമിനൊക്കെ കാരണം എന്താണ്, അത് പ്ലാസ്മ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും ഇപ്പൊ നമ്മുടെ ഡിസ്കഷനിൽ വരണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഫിസിക്കൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി അല്ലേ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഒക്കെ പഠിച്ചു അല്ലേ. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നതിന് പുറമെ പ്ലാസ്മ എന്നൊരു സ്റ്റേറ്റ് ഉണ്ടെന്നും, പിന്നെ എക്സ്പെരിമെന്റലായി ലാബിൽ കണ്ടുപിടിച്ച ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും ഫെർമിയോണിക് കണ്ടൻസേറ്റും, അതിനുശേഷം എന്താണ് സൂപ്പർ ലിക്വിഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്റ്റേറ്റുകളുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് ലാബിൽ കണ്ടുപിടിച്ചത്, അതൊന്നും നമുക്കിപ്പോൾ ഡിസ്കഷന് വേണ്ട. അപ്പൊ നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസിന് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് മാറ്റർ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് മാറ്റർ? മാറ്റർ ഇസ് എനിത്തിങ് ദാറ്റ് ഓക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. നമ്മൾ നേരത്തെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്ത് നമ്മൾ കണ്ടു, എന്താണ്, സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണമെന്നും അതിന് ഓരോന്നിനും പെർട്ടിക്കുലർ മാസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം, ദേ ആർ ഓൾ മാറ്റർ. ഇറ്റ് ഓൾ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷിലെ മാറ്റേഴ്സ് അല്ല, ഇത് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ നൗൺ ആയിട്ട് നമുക്ക് ഒരു വേർഡാണ് മാറ്റർ. അപ്പൊ മാറ്റർ എന്താണ്? മാറ്റർ എന്ന് വെച്ചാൽ എന്താണ്, എനിത്തിങ് വിച്ച് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് മാസ്. എക്സാമ്പിൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ നമ്മളെ മാറ്ററിന് എക്സാമ്പിൾ ആണ്. പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന ഒരുവക എല്ലാ സാധനങ്ങളും എന്താണ്, മാറ്ററിന് എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ ചുറ്റും കാണുന്ന വാട്ടർ, ഹ്യൂമൻസ്, ബേർഡ്സ്, ആനിമൽസ്, ഓക്സിജൻ, ഫ്ലൂറിൻ, ട്രീസ്, ഫോൺ, ടി വി എക്സെട്ര എല്ലാം എന്താണ്, എല്ലാം മാറ്ററിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ തന്നതിൽ നോക്കുവാണെങ്കിൽ എന്താണ്, വാട്ടർ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ്. പിന്നെന്താണ്, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നിവ എന്താണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ്, അതായത് വാതകാവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആണ്. ട്രീസ്, ഫോൺ, ടി വി, ഹ്യൂമൻസ്, ബേർഡ്സ്, ആനിമൽസ് എല്ലാം സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളിൽ കാണുന്ന ഒരുവക എല്ലാ സാധനങ്ങളും എന്താണ്, മാറ്റർ ആണ് നമ്മൾ കണ്ടു. പക്ഷെ സ്റ്റിൽ ആർ ദർ എനി ഫിസിക്കൽ ഒബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് മാറ്റർ? അതായത് ദ്രവ്യമല്ലാത്ത ചുറ്റുമുള്ള കാണുന്ന എന്തെങ്കിലും ഭൗതിക വസ്തുക്കളുണ്ടോ, അതായത് ഫിസിക്കൽ ഒബ്ജക്ട്സ് ഉണ്ടോ എന്നാണ് ചോദ്യം. ചുറ്റുമുള്ള എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കാണുന്നതിൽ സ്പേസ് വേണ്ട, മാസും പെർട്ടിക്കുലർ നമുക്ക് കാണിച്ചത്. ഇപ്പൊ ആരെങ്കിലും ചോദിക്കുവാണ് നിങ്ങളോട്, ഈ ഒരു സാധനം, ഈ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ്, അതിന്റെ എവിടെ ഒക്യുപ്പൈ ചെയ്യുന്നത്, അതിനെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ചാൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സാധനം അവിടെ ഉണ്ട് അല്ലെ, അത് അവിടെ ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഫിസിക്കൽ ഒബ്ജക്ട്സ് ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച ഒരുപാടെണ്ണം കിട്ടും. ഞാൻ ആദ്യം തൊട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് റെയിൻബോ. റെയിൻബോ അഥവാ മഴവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ മഴയുള്ള ചാറ്റുള്ള സമയത്തോ ചെറിയ മഴ പെയ്യുമ്പോൾ വെയിലിന്റെ കൂടെ നമ്മൾ കാണുന്ന റെയിൻബോ. അതിനെന്താണ്, റെയിൻബോ നോക്കുകയാണ് നമുക്ക് എന്താണ്, അത് വെയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അല്ലെ അതെന്താണ്, അതിലൊരു പെർട്ടിക്കുലർ സ്പേസ് വേണോ? വേണമെന്നില്ല. അതൊരു ലൈറ്റ് ഉള്ള പ്രസൻസിൽ എന്തായാലും നമുക്ക് റെയിൻബോ കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ടൈം. ടൈം എന്ന് വെച്ചാൽ ഒരു മോറലേക്ക് ഫിസിക്കൽ ഒബ്ജക്റ്റ് അല്ലേ. നമ്മുടെ ചുറ്റിലും എല്ലാവരും ഉണ്ട്, ടൈം ഉണ്ട്. നമ്മുടെ വാച്ചിൽ സമയം പോകുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സമയം മൂവ് ചെയ്യും. സമയം വാച്ച് ഉണ്ടോ വെച്ചാൽ വാച്ച് ഉണ്ട്, പക്ഷെ വാച്ച് സമയമാണോ? അല്ല. ക്ലോക്ക് ഉണ്ട്, ക്ലോക്ക് സമയമാണോ? അല്ല. ഫോണിൽ കാണിക്കുന്നുണ്ട്, വിജറ്റ് ആയിട്ട് ഒരു ക്ലോക്ക് കാണിക്കുന്നുണ്ട്, അത് സമയമാണോ? സമയം കാണിക്കുന്നുണ്ട്. പക്ഷെ ഫോണോ സ്മാർട്ട് വാച്ചോ ഇതൊന്നും എന്തല്ല, സമയമല്ല. സമയം എവിടെ? സമയത്തിന് എത്ര എടുത്ത് കാണിക്കാൻ പറ്റും? സമയം ഇത്ര സമയം എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കുക. ഇപ്പം നിങ്ങൾ സ്കൂളിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും നിങ്ങളോട് പറയുന്നുണ്ടാവും, പഠിക്കാൻ എന്താ, നീ പഠിക്കാൻ സമയമില്ലല്ലോ, അപ്പം നിങ്ങൾ എടുത്ത് കാണിക്കോ? നിങ്ങൾ എന്താണ് പറയുന്നത്, എന്റെ കയ്യിൽ ഇത്ര കുറെ സമയമുണ്ട് എന്ന് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. സോ ടൈം എന്താണ്, ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അത് മാറ്റർ അല്ല.
പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റി. നമ്മളെല്ലാവരും ഗ്രാവിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഗ്രാവിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റുമോ എന്താണ് മാറ്റർ ആണെന്ന്? അല്ല. പിന്നെ വേറെ എക്സാമ്പിൾ ലൈറ്റ്. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ലൈറ്റും, ടോർച്ച് ലൈറ്റ് ആയിക്കോട്ടെ, ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് വെയ് ചെയ്യാൻ പറ്റില്ല, സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല അല്ലേ? അത് മൂവ് ചെയ്യാൻ ഒരു സ്പേസ് വേണമെന്നല്ലാതെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ലൈറ്റ് മാത്രമാണോ? ഒരുപാട് നിങ്ങൾ മ്യൂസിക് കേൾക്കുന്നില്ലേ, സൗണ്ട്, എല്ലാ സൗണ്ടിനും ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണോ? വേണ്ട. അതുപോലെ നമ്മൾ ചുറ്റും കാണുന്ന മൈക്രോവേവ് ഓവൻസ്, റേഡിയോ വേവ്സ്, ഇതിലൊക്കെ മൈക്രോവേവ് ഓവൻ എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, അതൊന്നും മാറ്റർ അല്ല. ഓക്കെ, അപ്പൊ മാറ്റർ എന്താണ്? സ്പേസും മാസും ഒക്യുപ്പൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പൊ ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയല്ലോ, മാറ്റർ എന്താണ്, മാറ്റർ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് മാറ്ററിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് ജനറൽ ആയിട്ട് പറയാം. നിങ്ങൾ കുറെ എക്സാമിനും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളോട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനൊക്കെ നിങ്ങളോട് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് നോക്കാലോ. ഇപ്പൊ 3 പ്രോപ്പർട്ടി ഉണ്ട്: മാസ്, ഡെഫിനിറ്റ് വോളിയം, പെർമനന്റ് ഷേപ്പ്. അപ്പൊ സോളിഡിന്റെ കാര്യം നമുക്ക് ആദ്യം എടുക്കാം. സോളിഡിന് മാസ് ഉണ്ടോ? ഉണ്ട്, മാസ് ഉണ്ട്. നമ്മൾ നേരത്തെ വുഡൻ ബ്ലോക്ക് കണ്ടേ, മാസ് ഉണ്ട്. അതുപോലെ ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ട്. അതുകൊണ്ട് ഒരു സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വോളിയം ഫിക്സ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു ബ്ലോക്ക് എടുക്കുക, ഒരു സ്റ്റോൺ ബ്ലോക്കോ വുഡൻ ബ്ലോക്കോ, അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങളൊരു പെൻസിൽ എടുക്കുക. പെൻസിലിന് ഒരു പെർട്ടിക്കുലർ വോളിയം ഉണ്ട്. നിങ്ങളെ കയ്യിൽ പിടിച്ചാൽ പെൻസിലിന് ഒരു വോളിയം ഉണ്ട്. എന്താണ്? അതിന് നിങ്ങളൊരു വെള്ളത്തിലിട്ടാൽ അതിന് പെർട്ടിക്കുലർ വോളിയം ഉണ്ട്. വെറുതെ ചുമ്മാ വെച്ചാൽ എന്താണ്? അതിനൊരു വോളിയം ഉണ്ട്. അത് മാറാൻ പോകുന്നില്ല. അവിടെ ഇട്ടതുകൊണ്ട് വലിയ വോളിയം വ്യത്യാസമാകാൻ പോകുന്നില്ല അല്ലേ? ഷേപ്പ് ഉണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. സോളിഡിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ടാവും. പെൻസിലിന്റെ ഷേപ്പ് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. ഇനി ലിക്വിഡിന്റെ കേസ്, ലിക്വിഡിന് മാസ് ഉണ്ടോ? ഉണ്ട്, നമുക്കറിയാം. ഒരു വെയ് ചെയ്യാൻ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ ലിക്വിഡൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ. അതെ. ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു വോളിയം ഉണ്ട്. ലിക്വിഡ് നിങ്ങൾ 1 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളം തന്നെ ആയിരിക്കും, അത് മാറാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ ഷേപ്പ് ഉണ്ടോ? അവിടെയാണ് പ്രശ്നം. ലിക്വിഡിന് പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. നിങ്ങൾ ലിക്വിഡ് എടുത്തിട്ട് നിങ്ങൾ എവിടെ വെച്ചോ, ഇവിടെ ഏത് സാധനത്തിനാണ് നിങ്ങൾ ലിക്വിഡ് എടുക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളൊരു ഗ്ലാസ്സിൽ എടുക്കുവാണെങ്കിൽ ലിക്വിഡ് ആ ഗ്ലാസിന്റെ ഷേപ്പിലായിരിക്കും. ഇനിയല്ല നിങ്ങൾ വലിയൊരു പാത്രത്തിൽ എടുക്കുവാണെങ്കിൽ ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും. ഇനിയല്ല ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുവാണെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബിന്റെ ഷേപ്പിലായിരിക്കും ലിക്വിഡ് ഉള്ളത്. ഇനിയല്ല ചുമ്മാ നിലത്തേക്ക് ഒഴിക്കുവാണെങ്കിൽ ആ നിലത്ത് ഒഴിച്ചു വെച്ച സ്ഥലത്തിന്റെ ഷേപ്പിലായിരിക്കും ലിക്വിഡ് ഉണ്ടാവും. അപ്പൊ ലിക്വിഡിന് പെർമനന്റ് ഷേപ്പ് ഇല്ല. ഷേപ്പ് ഓഫ് എ ലിക്വിഡ് വിൽ ബി ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. എന്താണ്? ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഏത് കണ്ടെയ്നർ അല്ലെ ഏത് വസ്തുവിലാണോ നമ്മൾ ലിക്വിഡ് എടുത്തിട്ടുള്ളത് അതിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡിന്റെ ഷേപ്പ്. ഓക്കെ, അപ്പം സോളിഡും ലിക്വിഡും കഴിഞ്ഞു. ഇനി ഗ്യാസ് എടുത്തില്ല. ഗ്യാസിന് മാസ് ഉണ്ടോ? ഉണ്ടോ? നമ്മൾ കണ്ടു, മാസ് ഉണ്ട്. ഒരു വെയിൽ നമ്മൾ അടിയിലൊക്കെ കപ്പ് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഒരു മാസ് ഉണ്ടോ നോക്കണം എന്ന് പറയും. മാസ് ഉണ്ടോ? ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? അവിടെയാണ് ഇതിന് ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഉദാഹരണത്തിന് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓക്സിജൻ സിലിണ്ടർ ഞാൻ എടുക്കുക. എന്താണ്? ഒരു 10 ലിറ്ററിന്റെ ഒരു വലിയ ഓക്സിജൻ സിലിണ്ടർ. ആശുപത്രിയിലൊക്കെ കണ്ടിട്ടുണ്ടാണ് ഓക്സിജൻ സിലിണ്ടർ 10 ലിറ്റർ, അല്ലെങ്കിൽ ആംബുലൻസിലൊക്കെ ഉണ്ടാവും ചെറിയ സിലിണ്ടർ. ഒരു 10 ലിറ്ററിന്റെ ഒരു സിലിണ്ടർ എടുത്തു. ഈ 10 ലിറ്ററിന്റെ സിലിണ്ടർ ഞാൻ എന്ത് ചെയ്തു? ചുമ്മാ അങ്ങ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്ത് എന്താ? ഗ്യാസ് ആ സിലിണ്ടറിൽ പിന്നെ ബാക്കി ഉണ്ടാവും? ഇല്ല, ഓട്ടോമാറ്റിക് അങ്ങനെ പോകും. അത് എല്ലാവർക്കും അറിയാം. ഇനി അത് വേണ്ട, ഒരു ബലൂൺ എടുക്കുക. നിങ്ങൾ ബലൂൺ എടുത്തിട്ട് നമ്മൾ അതേ ബലൂൺ ഊതി വീർപ്പിക്കുക. വലിയ ബലൂൺ ആയേ. ഇനി അതിന്റെ കാറ്റം കളയാം. എന്താ സംഭവിച്ചേ? വോളിയം കുറഞ്ഞെന്ന് മാത്രമല്ല, ഇപ്പൊ ഗ്യാസ് അവിടെ പോയി. ഗ്യാസ് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ ഗ്യാസിന് പെർട്ടിക്കുലർ വോളിയം ഇല്ല. എന്താണ്? അതെപ്പോഴും സ്പ്രെഡ് ചെയ്ത് എവിടെയാണോ അത് വെച്ചത് അവിടെ മൊത്തം സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഡെഫിനിറ്റ് വോളിയം. പിന്നെ ഷേപ്പിന്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ട. ഗ്യാസിന് ഒരു ഷേപ്പ് നമുക്ക് പറയാം. നിങ്ങൾ ഓക്സിജനെ കണ്ടിട്ട് ഓക്സിജൻ ഒരു ബോട്ടിലിന്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ഒരു ബീക്കറിന്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ഒരു ബോട്ടിലിന്റെ ഷേപ്പാണ്, അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് ഗ്യാസിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഇല്ല. അപ്പൊ 3 പ്രോപ്പർട്ടീസ് ഒക്കെ ഇല്ലല്ലോ. സോളിഡിനാണെങ്കിൽ മാസും വോളിയവും ഡെഫിനറ്റ് ആയിട്ടുള്ള മാസ് ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ടുള്ള വോളിയം ഉണ്ടാവും, അതുപോലെ പെർമനന്റ് ഷേപ്പ് ഉണ്ടാവും. എന്നാൽ ലിക്വിഡിന് എന്താണ്? സോറി, ഇവിടെ ഒരു ശരിയാണ് ഇട്ടത്. ലിക്വിഡ് എന്താണ്? പെർമനന്റ് ഷേപ്പ് ഇല്ല, പക്ഷേ മാസും വോളിയം ഉണ്ട്. ഗ്യാസിനാണെങ്കിൽ ആകെ ഉള്ളത് മാസ് മാത്രമാണ്, വോളിയം ഇല്ല, ഷേപ്പും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു മാറ്റർ ഉണ്ട്. അപ്പൊ നിങ്ങളൊരു മാറ്റർ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഷുഗർ സൊല്യൂഷൻ, അതായത് പഞ്ചസാര ഞാനൊരു ഗ്ലാസ്സിൽ ഡിസോൾവ് ചെയ്യും. നിങ്ങൾ ആദ്യം ചുമ്മാ പഞ്ചസാര ഇട്ട് ഒന്നും ചെയ്യുന്നില്ല. പഞ്ചസാര ഇട്ടപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്ലാസ്സിൽ വെള്ളത്തിന്റെ അടിയിലായിട്ട് പഞ്ചസാര ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അല്ലേ? ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന കാണും. ഇനി ഒരു സ്പൂൺ ഇട്ട് നിങ്ങൾ ചുമ്മാ അങ്ങ് ഇളക്കിയേ. കുറച്ച് കഴിഞ്ഞപ്പം നിങ്ങൾ ഏതെങ്കിലും പഞ്ചസാര പാർട്ടിക്കിൾസ് കാണോ? മൊത്തമായിട്ട് എന്ത് ചെയ്യും? അലിഞ്ഞു ചേരും, ഡിസോൾവ് ആവും. എവിടെ? വാട്ടറോട് ഡിസോൾവ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഷുഗർ സൊല്യൂഷൻ കിട്ടും. ഈ ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കിയേ. എന്താ ടേസ്റ്റ് ഉണ്ടാവുക? കുറച്ചധികം പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്വീറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അവിടെ പഞ്ചസാര എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണിച്ചു തരാൻ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചസാര ഇല്ല, പക്ഷെ പഞ്ചസാര ഉണ്ട് താൻ അല്ലേ?
ഇതിനെയാണ് നമ്മൾ ടൈനി പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മാറ്റർ എടുത്തു കഴിഞ്ഞാൽ ഓരോ മാറ്ററും കോടിക്കണക്കിന്, അതായത് ലക്ഷം കോടിക്കണക്കിന് എന്താണ് പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഒരു ഷുഗർ എടുത്ത, ഒരു ഷുഗർ ക്യൂബ് എടുത്ത ആ ഷുഗറിൽ തന്നെ കോടിക്കണക്കിന് എന്താണ് ഷുഗർ പാർട്ടിക്കിൾസ് ഉണ്ട്, ചെറിയ ചെറുത്. അപ്പൊ നമ്മൾ ഡിസോൾവ് ചെയ്ത് എന്താണ് ഷുഗർ പാർട്ടിക്കിൾസ് അവിടെ സ്പ്രെഡ് ആയി എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഷുഗർ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പൊ എന്താണ് ഐഡിയ? ഈച്ച് സബ്സ്റ്റൻസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് tiny particles which cannot be seen with naked eyes. These particles bear all the properties of the substance. എന്താണ് പറയുന്നത്? ടൈനി പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഓരോ സബ്സ്റ്റൻസും മേഡപ്പ് ചെയ്തില്ല. അപ്പൊ ഈ ഒരു സബ്സ്റ്റൻസിന്റെ ടൈനി പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റൂ? ഇല്ല. പക്ഷെ എന്താണ് ഈ ഓരോ പാർട്ടിക്കിളിനും എന്താണ് സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടി ഉണ്ടാവും. ഇത് ഷുഗർ സൊല്യൂഷൻ മാത്രമല്ല, നിങ്ങൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തോളൂ. ഓക്കെ, ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇതേപോലെ തന്നെ ഉപ്പ് നമുക്ക് രുചി ഉണ്ടാവും അല്ലേ? ഇത് ടേസ്റ്റ് നോക്കാത്തൊരു കാര്യം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ മഷിയാക്കിയിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മഷി മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊരു മഷി ഉണ്ട്. നിങ്ങൾ ഒരു ഡ്രോപ്പോ 2 ഡ്രോപ്പോ മാത്രമേ നിങ്ങൾ മഷി ചേർത്തിട്ടുണ്ടാവും. പക്ഷെ മഷി എന്താണ് ആ വാട്ടറിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? ഓരോ ഡ്രോപ്പിലും ഉണ്ട് എത്ര ടൈനി പാർട്ടിക്കിൾസ്. ഓരോ ഡ്രോപ്പിനും എന്ത് പ്രത്യേകത? ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കാണാനുള്ള ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പൊ എന്താണ് ഓരോ സബ്സ്റ്റൻസ് ടൈനി പാർട്ടിക്കിൾസ്. ഈ ടൈനി പാർട്ടിക്കിൾസിന് എന്താണ് മൊത്തത്തിലുള്ള സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മാറ്ററിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ മാറ്റർ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് മാറ്റർ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചത്. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സോളിഡിന്റെ ഷേപ്പ്, ലിക്വിഡിന്റെ ഷേപ്പ്, ഗ്യാസിന്റെ ഷേപ്പ് കണ്ടെയ്നറിനനുസരിച്ച് മാറുന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് 3 കണ്ടെയ്നറിലായിട്ട് ഒന്നാമത്തെ കണ്ടെയ്നർ നമുക്ക് ഒരു സോളിഡ് ഉണ്ട്, രണ്ടാമത്തെ ലിക്വിഡ് ഉണ്ട്, മൂന്നാമത്തെ ഒരു ഗ്യാസും ഉണ്ട്. ആദ്യം നമുക്ക് സോളിഡ് എടുക്കാം. സോളിഡ് നിങ്ങൾ കണ്ടോ വളരെ ഓർഡേർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അല്ലെ? അപ്പൊ ഈ ഓർഡേർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റുക. അപ്പൊ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറിയോ? ഇല്ല, ഷേപ്പ് അതേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ സോളിഡിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. എന്താണ്? അതിന്റെ ഷേപ്പ് ഡെഫിനിറ്റ് ആണ്, ഒരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ ലിക്വിഡ് എടുക്കുകയാണ്. ലിക്വിഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിന്റെ ഷേപ്പിലാണല്ലോ ഉള്ളത്. അതെ, അതിൽ കണ്ടോ, അതിലിപ്പോഴും എന്താണ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്, കണ്ടെയ്നറിന്റെ ഷേപ്പിലാണ്. ഇനി നമ്മൾ ഈ ഒരു കണ്ടെയ്നർ നിന്ന് മാറി നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു ചെറിയൊരു സ്പേസിലേക്ക് ഇട്ട് എന്തായി അതിന്റെ സ്പേസിലേക്ക് മാറി. കണ്ടോ, ആ ഒരു ബീക്കറിന്റെ ഷേപ്പിൽ നിന്ന് മാറി ആ ഒരു കണ്ടെയ്നറിന്റെ ഷേപ്പിലേക്ക് മാറി. അപ്പൊ ഇതാണ് ലിക്വിഡിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ഗ്യാസ് എടുത്തിട്ട് ഗ്യാസിന് നമ്മൾ ഇതുപോലെ, ഗ്യാസിന് കണ്ടോ ഒരു ഓർഡറും ഇല്ല, ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ ഫ്രീ ആയിട്ട് അവിടെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്താണ്? ഡെഫിനിറ്റ് മാസ് ഉണ്ട്. കണ്ടോ, ആ ഒരു പർട്ടിക്കുലർ കുറെ മോളിക്യൂൾ മാസ് ഉണ്ടാവും. പക്ഷേ അതിന് ഷേപ്പും വോളിയം ഉണ്ടോ? ഇല്ല. ഇത് കണ്ടോ, നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാസ് മോളിക്യൂൾസ് അവരെ പാട്ടിന് അങ്ങോട്ട് പോകും. ഒരാൾ അങ്ങ് പോകും, ഒരാൾ ഇങ്ങ് മൊത്തം പോകും. അപ്പൊ ആ കണ്ടെയ്നർ ഒക്യുപ്പൈ ചെയ്യോ? ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഒക്യുപ്പൈ ചെയ്യൂ. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയല്ലോ ഇതിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഓരോന്നിനും മനസ്സിലായല്ലോ? അതായത് ഗ്യാസിൽ വളരെ ഓർഡേർഡ് ആണ്, ലിക്വിഡിൽ കുറച്ചുകൂടി ഓർഡർ കുറവാണ്, ഗ്യാസിൽ തീരെ ഓർഡർ ഇല്ല. ഓക്കെ, അതായത് മോളിക്യൂൾസ് ക്യാൻ മൂവ് വെരി ഫ്രീലി. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ഈ സ്റ്റേറ്റ്സിൽ ഓരോ ടൈനി പാർട്ടിക്കിൾസിനും ആ മൊത്തത്തിലുള്ള സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് കണ്ടു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇപ്പം ലാസ്റ്റ് കണ്ടൊരു സ്ലൈഡ് നമ്മൾ എന്ത് കണ്ടു? സോളിഡ്, ലിക്വിഡിലും ഗ്യാസിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താണ്? നമ്മൾ സോളിഡിൽ നിന്ന് ഗ്യാസിലോട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് കൂടുന്നുണ്ട് അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് കൂടുന്നതിന് അർത്ഥം എന്താണ്? അവരുടെ മൂവ്മെന്റിനുള്ള ഫ്രീഡം കൂടുമല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി എവിടെ കൂടുന്ന വേറെ സാധനമാണ്, എനർജിയും കൂടും അല്ലെ? കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടെ മൂവ്മെന്റ് ചെയ്യാനുള്ള സാധ്യത എന്താണ്? അതിന്റെ എനർജി കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റു സ്റ്റേറ്റിലേക്ക് മാറ്റണം, എന്ത് ചെയ്യണം? അതിലുള്ള ഓരോ പാർട്ടിക്കിൾസിന്റെയും എനർജി കൂട്ടിയാൽ മതി എന്ന് മനസ്സിലായല്ലോ. എനർജി കൂടിക്കഴിഞ്ഞപ്പം സോളിഡും ലിക്വിഡും ഗ്യാസ് നിങ്ങൾ കമ്പയർ ചെയ്താൽ ലിക്വിഡിനേക്കാളും എനർജി കൂടുതലാണ് ഗ്യാസ് മോളിക്യൂൾസിലെ ആ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിന്. സോളിഡിനേക്കാളും എനർജി കൂടുതൽ ആർക്ക്? ലിക്വിഡിലെ പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിലെ ബേസിക് ഐഡിയ. നമ്മൾ എക്സ്ട്രാ എനർജി കൊടുത്തിട്ട് അതിനെ സ്റ്റേറ്റ് മാറ്റുകയാണ്. ഉദാഹരണത്തിന് സോളിഡിന് ലിക്വിഡേക്ക് മാറ്റാൻ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കും, ഓർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹീറ്റ് എനർജി കൊടുത്തിട്ട് നമുക്ക് സോളിഡിന് എന്താവാം? ലിക്വിഡ് ആക്കാം. അതുപോലെ തന്നെ ലിക്വിഡ് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് എന്താക്കാം? ലിക്വിഡിനെ ഗ്യാസ് ആക്കാം. ഗ്യാസിനെ കുറച്ചുകൂടി എന്താണ് ടെമ്പറേച്ചർ കുറച്ച് നമുക്ക് എന്ത് സോളിഡ് ആയിട്ടും മാറ്റാം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഉപയോഗിച്ച് സ്റ്റേറ്റ്സ് മാറ്റാണ്. അപ്പൊ സോളിഡ് ലിക്വിഡേക്ക് മാറുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് മാത്രമല്ല, ഇനി ലിക്വിഡിനെ നമ്മൾ തിരിച്ച് സോളിഡ് ആക്കുവാണ്, അതിന് സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ലിക്വിഫാക്ഷൻ നമ്മൾ സോളിഡിനെ ലിക്വിഡ് ആക്കാനും സോളിഡിഫിക്കേഷൻ ലിക്വിഡിനെ സോളിഡ് ആക്കാം. ആ സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കുറക്കുവാണ് ചെയ്യുക അല്ലേ?
നമ്മളിപ്പോൾ ഒരു കുപ്പി ബോട്ടിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് തണുപ്പിച്ചിട്ട് ഐസ് ആവുന്നൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇതിനാണ് സോളിഡിഫിക്കേഷൻ എന്ന് പറയാം. അപ്പം ലിക്വിഡ് സോളിഡായി മാറുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ്. എന്താണ്? ഫ്രീസിംഗ് പോയിന്റ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഉദാഹരണത്തിന് വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ എത്രയാണ്? വാട്ടർ എടുക്കുക. വാട്ടർ ഐസ് ആയിട്ട് നിൽക്കുന്നത് 0°C താഴെ ആയി കഴിഞ്ഞാൽ അത് ഐസ് ആയിട്ട് നിൽക്കും. 0°C മുകളിലാണെങ്കിലോ അത് ലിക്വിഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ 0°C നമുക്ക് പറയാം മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഒക്കെ എന്താണ്? 0°C ആണ്. അതിന് താഴോട്ട് പോയാൽ അത് ഫ്രീസ് ആവും, മുകളിലോട്ട് പോയാൽ അത് മെൽറ്റ് ചെയ്യും. ഓക്കെ. ലിക്വിഡ് ഗ്യാസ് അതിന് നമ്മൾ എന്താ പറയുക? വാപ്പറൈസേഷൻ, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നൊക്കെ പറയും. നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്യും. നമ്മൾ വെള്ളം തിളക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കേട്ടോ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ എന്താണ്? ലിക്വിഡ് കംപ്ലീറ്റ് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്താവും? ഗ്യാസ് ആവും. അതിനാണ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് നിങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിൽ സ്ഥിരം ഇപ്പം നമ്മളിപ്പോൾ നോക്കുവാണ്, ഇപ്പം സമ്മർ സീസൺ. അപ്പൊ സമ്മർ സീസണിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി. ചൂട് കൊണ്ട് നമ്മൾ കുളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തുണിയൊക്കെ നമുക്ക് എന്താണ് ഉണങ്ങാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അത് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി ഡ്രൈ ആവും, അല്ലേ? വെള്ളമാണെങ്കിൽ നമ്മൾ ചുമ്മാ വെള്ളം കയ്യിലാക്കിയാൽ പോലും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. റോഡിലൊക്കെ വെള്ളം ഒഴിച്ച് പെട്ടെന്ന് ഡ്രൈ ആവും. കാരണം എന്താണ്? ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ടാണ്. ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ എന്താണ്? മോളിക്യൂൾസ് തമ്മിലുള്ള മൂവ്മെന്റ് കൂടും. അതായത് മോളിക്യൂൾസ് അഥവാ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് കൂടും, എനർജി കൂടും, ഡെഫിനറ്റ്ലി അത് സ്റ്റേറ്റ് മാറും. പിന്നെ ഇനി ഗ്യാസിനെ നമ്മൾ തിരിച്ച് ലിക്വിഡ് ആക്കണം എന്തെങ്കിലും, അവിടെയും ടെമ്പറേച്ചർ കൊടുത്താൽ കണ്ടൻസേഷൻ എന്ന് പറയും. ഓക്കെ. അവിടെ നമ്മൾ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് പോലെ അതുപോലെ ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴോട്ട് ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഗ്യാസിനെ നമുക്ക് തിരിച്ച് ലിക്വിഡ്. കണ്ടൻസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ തണുപ്പുള്ള പ്രദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസിലൊക്കെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് കണ്ടൻസ് ആയിട്ട് നിൽക്കുന്നതാണില്ല, അത് കണ്ടൻസേഷൻ പ്രോസസ്സാണ്. പിന്നെ സോളിഡ് ഗ്യാസിലേക്കുള്ള ഒരു കൺവേർഷൻ ആണ്. അതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ നാഫ്തലിൻ അല്ലെ ക്യാംഫർ എന്നൊക്കെ പറയും, നമ്മൾ കർപ്പൂരം എന്നൊക്കെ പറയുന്നില്ലേ, അത് നേരെ സോളിഡ് ആയിട്ടുള്ള സാധനമാണ് കർപ്പൂരം. കത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ഇടക്ക് കർപ്പൂരം വെള്ളമായിട്ടൊന്നും പോകുന്നില്ല, കർപ്പൂരം നേരെ ഗ്യാസ് ആയിട്ട് പോവുകയാണ്, അല്ലേ? അപ്പൊ അതെന്താണ്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഗ്യാസിന് തിരിച്ചും ടെമ്പറേച്ചർ കുറച്ചിട്ട് നമുക്ക് സോളിഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചറും ചേഞ്ച് ഓഫ് സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോളിഡിന് ലിക്വിഡിലേക്കും ലിക്വിഡിന് ഗ്യാസിലേക്കും പോകാം. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അതിലുള്ള പാർട്ടിക്കിൾസിന്റെ എനർജി കൂടും. പാർട്ടിക്കിൾസ് എനർജി കൂടി അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള സ്പേസ് കൂടും. സ്പേസ് കൂടുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും അത് ഒക്യുപ്പൈ ചെയ്യാൻ കുറച്ചുകൂടി സ്പേസ് വേണം, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ലിക്വിഡ് ആവും, ലിക്വിഡ് നമുക്ക് ഗ്യാസ് ആവാൻ പറ്റും. നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് കണ്ടു. എന്താണ്? സോളിഡ് ലിക്വിഡിലേക്ക് മാറ്റാനുള്ള ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. തിരിച്ച് ലിക്വിഡിനെ സോളിഡ് ആക്കാൻ വേണ്ടിയുള്ള ആ ഒരു ടെമ്പറേച്ചർ നമ്മൾ എന്ത് പറയും? അതിനെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയും. ലിക്വിഡിനെ ഗ്യാസ് ആക്കാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് അല്ല, ടെമ്പറേച്ചറാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ്. തിരിച്ച് ഗ്യാസിന് ലിക്വിഡ് ആക്കാൻ നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ വേണം പറയാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സോളിഡിനെ ഗ്യാസ് ആക്കുന്നത് നമ്മൾ എന്ത് പറയും? ക്യാംഫർ, അതായത് കർപ്പൂരത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാംഫർ മാത്രമല്ല, നാഫ്തലിൻ, അതുപോലെ പിന്നെ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോം ഉണ്ട്, അതിനാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയാം. നിങ്ങൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റേജ് ഷോയോ അല്ലെ ചില സ്ഥലത്ത് ഇതുപോലെ സ്ഥലങ്ങളിൽ ഒരു വൈറ്റ് കളറുള്ള ഒരു ഫ്യൂം പോലത്തെ സാധനം ഇങ്ങനെ വന്നു പോകുന്നതാണെന്നില്ലേ? അത് ആക്ച്വലി എന്താണ്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചെറിയ ചെറിയ കട്ടകളാണ് വെച്ചത്. അത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വെച്ച ആ സ്പോട്ടിൽ തന്നെ അവർ നേരെ വേപ്പർ ഫോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ സ്റ്റേജിലൊക്കെ ഒരു പുക ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനമാണ് സോളിഡ് ഐസ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വേപ്പറൈസ് ആവും. പിന്നെ വേറെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ക്യാംഫർ എന്ന് പറയുന്നത്, കർപ്പൂരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് സബ്ലിമേഷൻ എന്നതിൻ്റെ എക്സാമ്പിൾ. സോ ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആയാലോ? എനർജി വെച്ചിട്ട് മനസ്സിലാക്കി നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. സോ നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കണ്ടു. ഈ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പാർട്ടിക്കിൾസിന് മാറ്റം വരുന്നത്? ഉദാഹരണത്തിന് അതിന്റെ മൂവ്മെന്റ് എന്ത് മാറ്റാണ് വരുന്നത്? അതുപോലെ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? അതുപോലെ ഈ പാർട്ടിക്കിൾ തമ്മിൽ എന്തെങ്കിലും അട്രാക്ഷനോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇനി പാർട്ടിക്കിൾസിന് എനർജി കൂടുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ടേബിളിലൂടെ നിങ്ങൾക്ക് കഴിഞ്ഞ എല്ലാ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും ക്ലിയർ ആവും. അപ്പൊ സോളിഡ് ടു ലിക്വിഡ് ആകുമ്പോൾ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസിന് പകരം ഞാൻ ഈ മുകളിലത്തെ ഏറോ കാണിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലേ? എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കൂടുന്നുണ്ടോ? എവിടെ? അവിടെ പിന്നെ അട്രാക്ഷൻ ഉണ്ടാവോ? ഇല്ല. ഇവർ പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാറിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വിൽ ഡിക്രീസസ്. എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്താണ്? ഇൻക്രീസസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് മാറ്റം ഉണ്ടാവുക? നമ്മൾ സോളിഡ് ടു ലിക്വിഡ് പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്കിൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുക, അല്ലേ? അപ്പം മൂവ്മെന്റ് കൂടും, ഡിസ്റ്റൻസ് കൂടും. അട്രാക്ഷൻ കൂടുമോ? ഇല്ല. അട്രാക്ഷൻ പിന്നെയും കുറയുക. എനർജി കൂടുമോ? എനർജി നന്നായിട്ട് കൂടും.
ഇനി തിരിച്ചാണെങ്കിലോ, ഗ്യാസ് ടു ലിക്വിഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? മൂവ്മെന്റോ റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുപോലെ ഡിസ്റ്റൻസും പിന്നെ കുറയാണ്. നമ്മൾ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് പോവാണ്. അട്രാക്ഷൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും, കാരണം കുറച്ചുകൂടി അടുപ്പിച്ചാണല്ലോ പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ ഒരു അട്രാക്ഷൻ. ഈ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും തമ്മിൽ ഇവ രണ്ടും കൂടി ചേർന്ന്, അതല്ല അട്രാക്ഷൻ. കെമിസ്ട്രിയിൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ട്, ഇൻട്രാമോളിക്കുലർ അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് മോളിക്യൂൾസ്, ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുണ്ടാവും, മോളിക്യൂൾസിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ്? ഡിഫറെന്റ് ഗ്യാസ് പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പൊ അവിടെ ഇന്റർമോളിക്കുലർ ഒരു ഇന്റർ പാർട്ടിക്കിൾ ഇന്ററാക്ഷൻ ഉണ്ട്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് പാർട്ടിക്കിൾ തമ്മിൽ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളെ മൈൻഡിൽ പോകുമ്പം ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് വന്നിട്ട് ഡിങ് 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 കൂട്ടിമുട്ടി ഒരു അട്രാക്ഷൻ, അതല്ല. ഇവിടെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ആണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ. ഓക്കെ, എനർജി കൂടുവോ? ഗ്യാസ് ടു ലിക്വിഡ് ആകുമ്പോൾ എന്താണ്? എനർജി ഡെഫിനറ്റ്ലി കുറയും അല്ലേ? ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് വെച്ച് നോക്കുമ്പോൾ. ഇനി സോളിഡ് ടു ഗ്യാസ് ആകുമ്പോൾ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മൂവ്മെന്റ് നന്നായി കൂടും, ഡിസ്റ്റൻസ് നന്നായി കൂടും, അട്രാക്ഷൻ നന്നായി കുറയും. കാരണം ഗ്യാസ് മോളിക്യൂൾസ് അവിടെ ഇവിടെ ആയിട്ട് ഒരു ഓർഡർ ഇല്ലാതെ പറന്ന് നടക്കുമായിരുന്നു അല്ലേ? എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് എന്താണ്? വളരെ നന്നായി കൂടും. അപ്പൊ ഈ ഒരു ടേബിളോട് കൂടി നിങ്ങൾക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ടെമ്പറേച്ചറോടെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് എനർജി കൂടുന്നത്? എനർജി കൂടിക്കഴിഞ്ഞാൽ മൂവ്മെന്റ് കൂടും, അട്രാക്ഷൻ കുറയും, ഡിസ്റ്റൻസ് കൂടും, അതുപോലെ എനർജി കൂടും. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഡിഫ്യൂഷൻ ഓഫ് ടു സബ്സ്റ്റൻസ് എന്നൊക്കെയാണ് നമ്മൾ കാര്യം പഠിക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ഡിഫ്യൂഷൻ എന്താണെന്നുള്ളൊരു കൺടെക്സ്റ്റ് അല്ലെ കൺസെപ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, റൂമിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, അതായത് ഒരു ചന്ദനത്തിരി അല്ലെ അഗർബത്തി എന്നൊക്കെ പറയുന്ന സാധനം റൂമിൽ ഞാൻ കത്തിച്ചു. റൂമിന്റെ നടുവിലല്ലോ കേട്ടോ, റൂമിന്റെ ഒരു കോർണർ, അതായത് ഒരു വലിയ റൂം. ഈ റൂമിന്റെ ഏറ്റവും ഒരു കോർണറിൽ പോയിട്ട് ഞാൻ ചന്ദനത്തിരി കത്തിച്ചു. അപ്പോൾ ഈ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് കോർണറിൽ ആരാണ് നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണുള്ളത്? ഞാൻ ഈ ഒരു കോർണറിൽ ഞാനുണ്ട്, അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് കോർണറിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചന്ദനത്തിരി കത്തിച്ചു കഴിഞ്ഞാൽ ആ ചന്ദനത്തിരിയുടെ മണം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ? അതാണ് എൻ്റെ ചോദ്യം. കിട്ടുമോ ഇല്ലയോ? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അതെന്താ അങ്ങനെ? ഗ്യാസ് ആണ്, ഡെഫിനറ്റ്ലി സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഈ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് അത് ആ ഏരിയയിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇതാണ് ഗ്യാസിന്റെ ഡിഫ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഡിഫ്യൂഷൻ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറയാം. അപ്പൊ ഡിഫ്യൂഷന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി എടുത്തു നോക്കാം. ഉദാഹരണത്തിന് ഒരു ബോട്ടിൽ, ഒരു ചെറിയൊരു ഗ്ലാസ് ഞാൻ എടുത്തു. ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കളറുള്ള എന്തെങ്കിലും അതിലേക്ക് ഇടുക. എന്തെങ്കിലും കുറച്ച് നിറമുള്ള, ഇപ്പം ഒരു ഇങ്ക് ഞാൻ ഇടുവാണ്, അല്ലെങ്കിൽ ഒരു കളറിങ് ആയിട്ടുള്ള ഒരു ചുമ്മാ ഏതെങ്കിലും ഒരു കളർ ഞാൻ ആഡ് ചെയ്യാണ് വാട്ടറിലോട്ട്, അല്ലെങ്കിൽ ഒരു ലിക്വിഡിലോട്ട് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ക്ലീൻ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ലിക്വിഡിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരുന്ന പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ പറ്റും അല്ലേ? കളർ എന്ത് ചെയ്യും? ആ ലിക്വിഡിന് മൊത്തം സ്പ്രെഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡിന്റെ കളർ തന്നെ മാറും, ബ്ലൂ കളറായി കംപ്ലീറ്റ് മാറും. ഫോർ എക്സാമ്പിൾ ആസ് ഗിവൻ ഇൻ ദ പിക്ചർ, ഒരു ബ്ലൂ കളറായി സ്പ്രെഡ് ചെയ്യും. അപ്പൊ എന്താണ്? ഇതും ഡിഫ്യൂഷനാണ്. നേരത്തെ നമ്മൾ ഗ്യാസിന്റെ പറഞ്ഞ ലിക്വിഡിലും ഡിഫ്യൂഷൻ നടക്കാം. എന്താണ്? പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് നിൽക്കാം. ഇതും ഡിഫ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിഫ്യൂഷൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് പറയാൻ പറ്റുക? സോ ഡിഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അതായത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസിന്റെ സ്പോണ്ടേനിയസ് മിക്സ്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അവർ താനേ മിക്സ് ആയിക്കോളും. ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോൾ സ്പോണ്ടേനിയസ് മിക്സിങ് അല്ലാത്തതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനിപ്പം ഷുഗറും സോൾട്ടൊക്കെ എടുത്ത സ്വാഭാവികം കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആവും. ബട്ട് ജനറലി ഒരു 10 മിനിറ്റിലെ കാര്യം എടുക്കാം. 10 മിനിറ്റിലേക്ക് ഞാൻ നിങ്ങൾക്ക് കുറേ ഷുഗർ ക്യൂബ്സ് തന്നിട്ടുണ്ട്, അതുപോലെ സോൾട്ടും തന്നിട്ടുണ്ട്. ഇത് ഞാൻ വാട്ടറിലേക്ക് ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവുമോ ഇല്ലയോ? കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ താനേ ഡിസോൾവ് ആവുമായിരിക്കും, ബട്ട് സ്റ്റിൽ താനേ വെച്ച് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആവില്ല അല്ലേ? ഇനി നേരെ മറിച്ച് ഒരു വാട്ടറിലോട്ട് ഞാനൊരു ഡ്രോപ്പ് ഇങ്ക് ആഡ് ചെയ്തു, അല്ലെ ഒരു ഡ്രോപ്പ് കളർ ആഡ് ചെയ്തു. അപ്പൊ അത് മിക്സ് ആവുമോ ഇല്ലയോ? ഡെഫിനറ്റ്ലി അത് മിക്സ് ആവും. കാരണം എന്താണ്? ഇവിടെയാണ് സ്പോണ്ടേനിയസ് എന്നൊരു ഐഡിയ വരുന്നത്. നോൺ സ്പോണ്ടേനിയസ് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ പണിയെടുക്കൂ. ഉദാഹരണത്തിന് നിങ്ങളോട് ഇപ്പോൾ പഠിക്കാൻ പറയുന്നു, നിങ്ങൾ നേരെ പോയിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ആരും ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചോളൂ. കാരണം നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്, നമ്മൾ പഠിച്ചോളൂ. പക്ഷേ ചില ആൾക്കാരുണ്ടോ, എന്താണ്? പഠിക്കണം എന്ന് ആരെങ്കിലും വന്ന് പറയണം, പഠിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ അവർ പഠിക്കാൻ. അപ്പൊ അവരെന്താണ്? അവർ നോൺ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ചെയ്യില്ല, ആരെങ്കിലും വന്ന് ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രമേ ചെയ്യൂ. അപ്പൊ ഇവിടെ എന്താണ്? സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
സോളിഡ് എന്താണ്? സോളിഡ് സബ്സ്റ്റൻസ് എന്താണ്? നോ ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ കാണിക്കില്ല. ഡിഫ്യൂഷൻ ആരൊക്കെയാ കാണിക്കുക? ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉള്ള രണ്ടാൾക്കാർ നമുക്ക് മാറ്ററില്ല. ആരൊക്കെയാണ്? അത് ലിക്വിഡും ഗ്യാസും. ബാക്കി മാറ്ററിന്റെ കാര്യം നമ്മൾ പറയല്ലോ. ലിക്വിഡും ഗ്യാസും എന്താണ് സോൾട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫ്യൂഷൻ കാണിക്കും. ഡിഫ്യൂഷന്റെ എക്സാമ്പിൾ നമ്മൾ ഒന്നുകൂടി നോക്കി. എന്താണ്? ഒരു ചന്ദനത്തിരി കത്തിച്ചു. ചന്ദനത്തിരി തന്നെ വേണമെന്നില്ല, ഒരു സ്പ്രേ അടിച്ച് അല്ലെങ്കിൽ ഒരു പെർഫ്യൂം അടിച്ച് എന്താണ് ഒരു സ്ഥലത്ത് നമ്മൾ ചുമ്മാ അടിച്ച് കഴിഞ്ഞാൽ എന്താണ് അത് സ്പ്രെഡ് ചെയ്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു അത്തർ അടിച്ച് എന്താണ് അത് ചുറ്റുപാടൊക്കെ സ്പ്രെഡ് ചെയ്ത് നിൽക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല രുചിയുള്ള ഒരു ഭക്ഷണം അടുക്കളയിൽ അമ്മയോ ആരെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ, ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്റ്റഡി റൂമിൽ ഇരിക്കുന്ന നമുക്ക് വരെ സ്മെല്ല് കിട്ടുമല്ലോ അല്ലേ? എന്ത് രുചിയുള്ള എന്തോ ആയിക്കോട്ടെ. നമ്മുടെ തുടക്കത്തിൽ മറ്റേ സദ്യയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സദ്യയുടെ ആ സ്മെല്ല് കിട്ടുന്നുണ്ടോ? എന്താ കാരണം? ആ ഒരു സ്മെല്ല് എയറിലോട്ട് അങ്ങനെ സ്പ്രെഡ് ആയി. എന്താണ്? സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? ആ ഒരു പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മൂക്കിലേക്കുള്ള സെൻസറിലേക്ക് അങ്ങ് എത്തി. അങ്ങനെ സെൻസർ വഴി നമ്മുടെ തലച്ചോറിലെത്തിട്ട് പറഞ്ഞു, ദാണ്ടേ ഫുഡ് റെഡിയായി, പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫ്യൂഷൻ എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ ഡിഫ്യൂഷൻ ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിനെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു പഠിച്ചു, അവസാനം നമ്മൾ ഡിഫ്യൂഷൻ പഠിച്ചു. വളരെ 3 ചെറിയ കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. താങ്ക് യു. Manorama Horizon. Learning made simple.